ആധുനിക ഹൃദ്രോഗ ചികിത്സയിൽ ശ്രദ്ധേയമായ മുന്നേറ്റവുമായി കിംസ് ഐവൈറ്റിസ് ആശുപത്രി. കിംസ് ഐവൈറ്റിസിൽ IVUS ഗൈഡഡ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി വിജയകരം. ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം ആദ്യമായി ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ഗൈഡഡ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി വിജയകരമായി നടത്തി സ്ഥാപനത്തിന്റെ ചികിത്സാ നിലവാരം പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തി. ഡോക്ടർ സുന്ദീപിന്റെ നേതൃത്വത്തിലുള്ള ഇന്റർവെൻഷണൽ കാർഡിയോളജി സംഘമാണ് ഈ സങ്കീർണമായ പ്രക്രിയ നിർവഹിച്ചത്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും കാത്ത് ലാബ് ടെക്നീഷ്യന്മാരുടെയും നഴ്സിംഗ് സ്റ്റാഫിന്റെ ഏകോപിത പ്രവർത്തനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. സാധാരണ ആൻജിയോഗ്രഫി അടിസ്ഥാനമാക്കിയുള്ള ആൻജിയോപ്ലാസ്റ്റിയേക്കാൾ കൂടുതൽ കൃത്യത നൽകുന്ന IVU സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ചികിത്സ നടത്തിയത്. ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് രക്തക്കുഴലുടെ അകത്തുനിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നൽകുന്നതിലൂടെ ബ്ലോക്കിന്റെ സ്വഭാവം, കാഠിന്യം, വ്യാപ്തി എന്നിവ വ്യക്തമായി വിലയിരുത്താൻ സഹായിക്കുന്നു. ഇതുവഴി പ്രത്യേകിച്ച് സങ്കീർണമായ കൊറോണറി ആർട്ടറി രോഗങ്ങൾ, കാൽഷിഫൈഡ് ബ്ലോക്കുകൾ, മൾട്ടിവെസൽ രോഗാവസ്ഥകൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ IVU സാങ്കേതിക വിദ്യ വളരെ സഹായകരമാണെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. അതുകൂടാതെ ഇലക്ട്രോഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ്, അതായത് ഈ ഹാർട്ടിന്റെ ഹൃദയമിടിപ്പ് കൂടുമ്പോൾ അതിന് ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി നോക്കി എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അതിന് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഈ അബ്ലേഷൻ ചെയ്യാനുള്ള സൗകര്യം. പിന്നെ ഹൃദയമിടിപ്പ് കുറയുമ്പോഴുള്ള പേസ് മേക്കർ പോലുള്ള ഉപകരണങ്ങൾ, അത് പലതരത്തിലുള്ള ഉപകരണങ്ങൾ, ഷോക്ക് കൊടുക്കുന്ന ഉപകരണം, കറണ്ട് കൊടുക്കുന്ന ഉപകരണം, ഹാർട്ടിന്റെ വീക്ക്നെസ് മാനേജ് ചെയ്യുന്ന ഉപകരണങ്ങൾ, ഇതെല്ലാം ഇംപ്ലാന്റ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ IVS ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഒരു ആൻജിയോഗ്രാം ചെയ്തിട്ട് ഹൃദയത്തിന്റെ രക്തധമനിക്ക് ഉള്ളിൽ അൾട്രാസൗണ്ട് പ്രോബ് വെച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതിന്റെ വലിപ്പം എന്താണ്, അതിനുള്ളിൽ കേടുപാടുകളുള്ളത്, കാൽസ്യം അടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രയാണ്, ബാക്കിയുള്ള തകരാറുകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി. അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയുടെ പ്ലാൻ അതിനനുസരിച്ച് അതിനാണ് IVS ഗൈഡഡ് എന്ന് പറയുന്നത്. IVSന്റെ ഗൈഡൻസോടുകൂടി ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാ മോഡേൺ ആശുപത്രികളിലും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കിംസിലും നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം ചികിത്സയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിലും ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. ഈ നേട്ടം ആശുപത്രിയുടെ ക്ലിനിക്കൽ മികവും സാങ്കേതിക മുന്നേറ്റവും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ആശുപത്രി CEO ഫർഹാൻ യാസിൻ അറിയിച്ചു. IVS ഗൈഡഡ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി സാധാരണ ആൻജിയോപ്ലാസ്റ്റിയേക്കാളും കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി ഉപയോഗിക്കുന്നതാണ് IVS മെഷീൻ പോലത്തെ സംഭവം. അത് നമ്മൾ പാലക്കാട് കിംസ് ഐവൈറ്റിസിൽ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇത്തരം IVS ഗൈഡഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ എറണാകുളത്തും കോയമ്പത്തൂരൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ ജില്ലയിൽ അത് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഒരു പേഷ്യൻറ്റ് നമ്മളത് ചെയ്തു, വളരെ ഭംഗിയായിട്ട് ആ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി. അതോടൊപ്പം തന്നെ 24 hours കാർഡിയോളജി സർവീസ് അവിടെ ഉണ്ടാകും. 24 മണിക്കൂർ കാർഡിയോളജി സർവീസ് ഉണ്ടാകും. എന്ത് കോംപ്ലക്സ് കേസും ചെയ്യാനുള്ള സിസ്റ്റം അവിടെ മാറ്റി. അതോടൊപ്പം തന്നെ കാർഡിയോ തൊറാസിക് സർജറി ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു ടീമും അവരുടെ സർവീസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കാർഡിയോ തൊറാസിക് സർജറിയും കൂടി നമ്മൾ പാലക്കാട് ജില്ലയിൽ ആരംഭിക്കും. ഇതോടൊപ്പം നമ്മൾ എപ്പോഴും പറയുമ്പോൾ തന്നെ സാമ്പത്തികം ഒരു പ്രശ്നമാണ് ആൾക്കാർക്ക്. ഇപ്പോൾ കാർഡിയോ തൊറാസിക് സർജറി, ഒരു ബൈപ്പാസ് സർജറി ചെയ്യണമെങ്കിൽ 4 ലക്ഷം 5 ലക്ഷം രൂപയാണ് ഒരു സാധാരണ ചെലവ് വരുന്നത്. ഇത് 2 ലക്ഷം രൂപയിൽ നമ്മൾ പാലക്കാട് ഐവൈറ്റിസിൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും 2 ലക്ഷം രൂപയ്ക്ക് ഒരു ബൈപ്പാസ് സർജറി ചെയ്യുന്ന സംവിധാനം നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിൽ നമ്മുടെ ആശുപത്രി ചെയ്യുന്നുണ്ട്. അതേ പൈസ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് കണ്ണൂർ വരെ കാർഡിയോ തൊറാസിക് സർജറി ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത് അത്രയും യാത്ര ചെയ്ത് പിന്നെ ഫോളോ അപ്പിനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കിംസ് ഐവൈറ്റിസ് കൃഷ്ണകുമാർ സാറിന്റെ ടീം കാർഡിയോ തൊറാസിക് സർജറിയും കൂടി ആരംഭിച്ചു. പ്രദേശത്തെ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹൃദ്രോഗ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള കിംസ് ഐവൈറ്റിസിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഡിയോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സുന്ദീപിന്റെ നേതൃത്വത്തിൽ ഇലക്ട്രോഫിസിയോളജിക്കൽ ലാബ്, ഇലക്ട്രോഫിസിയോളജിക്കൽ സ്റ്റഡി, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, വിവിധതരം പേസ് മേക്കറുകളുടെയും ഡിവൈസുകളുടെയും ഇംപ്ലാന്റേഷൻ തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി കൂടുതൽ കൃത്യതയാർന്ന ചികിത്സാ രീതികൾ പാലക്കാട് ജനങ്ങളിൽ എത്തിക്കാൻ ആശുപത്രി തുടർന്നും പ്രവർത്തിക്കുമെന്നും ഡയറക്ടർ ആൻഡ് CEO കിംസ് കേരള ക്ലസ്റ്റർ ഫർഹാൻ യാസിൻ അറിയിച്ചു. കിംസ് ഐവൈറ്റിസ് യൂണിറ്റ് ഹെഡ് ഡോക്ടർ വിനോദ്, സീനിയർ കാർഡിയോളജിസ്റ്റ് ആൻഡ് ഇലക്ട്രോഫിസിയോളജിസ്റ്റ് ഡോക്ടർ സുന്ദീപ്, സീനിയർ കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുലർ സർജൻ ഡോക്ടർ കൃഷ്ണകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.